കപ്പൽ അപകടത്തെ തുടർന്ന് കടലിൽ താഴ്ന്ന കണ്ടെയ്നർ കൊല്ലം ഭാഗത്തേക്ക് വരുന്നു. കായംകുളം NTPC ഭാഗത്താണ് കണ്ടെയ്നർ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുജിത് സുരേന്ദ്രനുണ്ട് വിവരങ്ങളുമായി. സുജിത്, നേരത്തെ ഇത് ആലപ്പുഴ തോട്ടപ്പള്ളി ഭാഗത്തേക്കടക്കം വരുമെന്ന സൂചനകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എവിടെയാണ് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്ന ഈ കണ്ടെയ്നർ, സുജിത്ത്? ഉന്മേഷ്, സൂചനകൾ ഏറെക്കുറെ കൃത്യമാകുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഇന്ന് വൈകുന്നേരത്തോടെ കോസ്റ്റൽ പോലീസ് കടലിൽ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് ഈ കണ്ടെയ്നർ ദൃശ്യമായത്. ഇപ്പോൾ ഈ കണ്ടെയ്നർ കടലിൽ നിന്നും ഏതാണ്ട് അഴീക്കൽ ഭാഗത്തേക്ക് ഒഴുകി എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കടലിൽ കാറ്റ് ശക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒഴുക്കിന്റെ ഒരു ദിശ ഇപ്പോൾ തോട്ടപ്പള്ളി ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ അഴീക്കൽ ഭാഗത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈ രാത്രിയിൽ കൂടുതൽ കാറ്റ് ശക്തമാവുകയാണെങ്കിൽ പുലർച്ചെയോടെയോ അല്ലെങ്കിൽ അതിനു മുൻപോ ഈ കണ്ടെയ്നർ അഴീക്കൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയാണ് കോസ്റ്റൽ പോലീസ് കാണുന്നത്. എന്തായാലും ഇപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങൾ വന്നിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ നമുക്ക് മാത്രം ലഭിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഇപ്പോൾ അഴീക്കൽ ഭാഗത്തേക്ക് ഈ കപ്പൽ കണ്ടെയ്നർ എത്തുന്നു എന്നുള്ളതാണ്. മത്സ്യത്തൊഴിലാളികളോടക്കം കൃത്യമായി ഇതിന്റെ അടുക്കിലേക്ക് പോകരുതെന്നുള്ള കൃത്യമായ നിർദ്ദേശം പോലീസ് നൽകുന്നു, കോസ്റ്റൽ പോലീസ് അടക്കം നൽകുന്നുണ്ട്. ഏതായാലും ഇതിനെ കൃത്യമായി ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ്. പക്ഷേ ശക്തമായ കാറ്റും മഴയും ഇതിനെ നിരീക്ഷിക്കുന്നതിനടക്കം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഉന്മേഷ്, സുജിത്ത്, ഇതിനി ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ടല്ലോ. ഇത് 13 കണ്ടെയ്നറുകളിലാണ് ഈ അപകടകരമായ വസ്തുക്കൾ ഉള്ളത്. ഇപ്പോൾ ഈ കണ്ടെയ്നറുകളെല്ലാം കടലിൽ വീണു എന്നതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ഒഴുകിയെത്തുന്നത് എന്നതടക്കം സ്ഥിരീകരിക്കേണ്ടതുണ്ടല്ലോ. എന്തെങ്കിലും വിവരങ്ങൾ കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ ഔദ്യോഗികമായി നൽകുന്നുണ്ടോ, സുജിത്ത്? ഉന്മേഷ്, തീർച്ചയായും ഇതിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇനിയും എത്തേണ്ടതുണ്ട്. പക്ഷേ കടലിൽ നടത്തുന്ന കോസ്റ്റൽ പോലീസ് നടത്തുന്ന നിരീക്ഷണത്തിനിടയിൽ ദൃശ്യമായ ഈ കണ്ടെയ്നറിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതിന്റെ ഒഴുക്ക്, ഇതിന്റെ കാറ്റിന്റെ ദിശയും മറ്റും അനുസരിച്ച് നോക്കുമ്പോൾ ഇത് അഴീക്കൽ തീരത്തേക്ക് അടിയാനുള്ള സാധ്യതയാണ് ഇവർ മുന്നിൽ കാണുന്നത്. ഉന്മേഷ്, ഈ തീരത്തതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? നേരത്തെ ഈ തോട്ടപ്പള്ളിയിലാകട്ടെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലൊക്കെ പരിശോധനയുണ്ടായിരുന്നു, കടൽവെള്ളത്തിന്റെ സാമ്പിളൊക്കെ ശേഖരിച്ചിരുന്നു. അതുപോലെ അവിടെയും ഇപ്പോൾ ഈ കണ്ടെയ്നർ ഒഴുകി വരുന്നു എന്നുള്ള അറിയിപ്പിനെ തുടർന്ന് എന്തെങ്കിലും തിരച്ചിലോ പരിശോധനയൊക്കെ നടക്കുന്നുണ്ടോ, സുജിത്ത്? അതെ ഉന്മേഷ്, ഇന്ന് വൈകുന്നേരത്തോടു കൂടി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് അഴീക്കൽ ബീച്ചിന്റെ ഭാഗത്ത് എത്തുകയും മാത്രമല്ല ഇന്ന് വൈകുന്നേരത്തോടു കൂടി അഴീക്കൽ സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സൈറൺ മുഴങ്ങിയിരുന്നു. അത് പക്ഷേ കടലിൽ പോകുന്നതിനൊക്കെയുള്ള നിരോധനം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അടക്കമുള്ള നിർദ്ദേശങ്ങളാണ്, അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പാണ്, ഓറഞ്ച് അലേർട്ടിന്റെ മുന്നറിയിപ്പ് എന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ കടലിൽ ഈ ബീച്ചിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കണ്ടെയ്നർ അടിക്കാൻ സാധ്യതയുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആളുകളെ എല്ലാം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. വിവരമറിഞ്ഞ് കൂടുതൽ അഴീക്കൽ ബീച്ചിന്റെ ഭാഗത്തേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും ഇത്തരത്തിലൊരു കണ്ടെയ്നർ അടുത്തേക്ക് വരികയാണെങ്കിൽ യാതൊരു കാരണവശാലും അതിന്റെ അടുക്കലേക്കൊന്നും തന്നെ ആരും പോകാൻ പാടില്ലെന്നുള്ളൊരു നിർദ്ദേശമൊക്കെ ജില്ലാ ഭരണകൂടം അടക്കം നൽകുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ജില്ലാ ഭരണകൂടം കൃത്യമായി അഴീക്കലിലെത്തി പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ കൂടുതൽ സമയം ഇതിനുവേണ്ടി കൂടുതൽ ആളുകൾ, കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉന്മേഷ്, സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അഴീക്കൽ ഭാഗത്തേക്ക് ഈ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ചിലത് ഒഴുകിയെത്തുന്നു എന്ന തരത്തിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അവിടെ ജാഗ്രത നിർദ്ദേശമുണ്ട്. സമീപത്തെത്തുകയോ കണ്ടെയ്നറുകളിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നേരത്തെ നൽകിയിരിക്കുന്ന നിർദ്ദേശം.